തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. ADGP MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ്. നിയമസഭാ സമ്മേളനം പൂർത്തിയായ ശേഷമാകും മൊഴി നൽകുക. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ എന്താണ് ഷഫീദ്? രജിത, ഈ തൃശൂർ പൂരം കലക്കലിലെ പോലീസ് ഇടപെടലടക്കം CPI വലിയ തരത്തിൽ വിമർശനമായി ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇക്കാര്യത്തിൽ ഒരു ത്രിതല അന്വേഷണം 5 മാസം മുൻപ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആ അന്വേഷണം ഇഴയുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. MR അജിത് കുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് DGP നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൊഴിയെടുപ്പ്. ഉദ്യോഗസ്ഥരതിനായി സമയം തേടിയപ്പോൾ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൊഴി നൽകാമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്ത ശേഷം ADGP MR അജിത് കുമാറിന്റെ മൊഴിയും എടുക്കും. MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ വിഷയത്തിൽ, ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ ഇടപെടാതിരുന്ന സാഹചര്യം, മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില ദുരൂഹമായിട്ടുള്ള ഇടപെടലടക്കമായിരുന്നു അന്ന് അന്വേഷിക്കണമെന്ന് PV അൻവറും അതേപോലെ തന്നെ പ്രതിപക്ഷവും അടക്കം കുറ്റപ്പെടുത്തിയൊരു കാര്യം. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ വിജിലൻസ് സാമ്പത്തിക ഇടപാടിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതോടെ MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുടെ വീഴ്ചയെക്കുറിച്ചിട്ടുള്ള അന്വേഷണം മാത്രം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ വീഴ്ച, അത് ആ അന്വേഷണത്തിലടക്കം ചില സംശയങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഇപ്പോൾ ഉയരുന്നുമുണ്ട്. റിജിത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.